എൻ്റെ അളിയ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾ നേർക്കുനേരെ നിന്ന് പോരാടി തന്റെ രാജ്യത്തെ കാത്തിരുന്ന ഒരു രാജാവ്. ചില യുദ്ധങ്ങൾ രാജാവിന്റെ വാക്കുകളിൽ തന്നെ സമാധാനത്തിന് വഴിമാറി. രാജാവിന്റെ ഉടവാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു രാജാവിന്റെ വാക്കുകൾക്ക്. ഒരുപക്ഷെ ചില അനുഭവങ്ങൾ തന്നെയായിരിക്കും ആ വാക്കുകൾക്ക് ആയുധത്തെക്കാൾ മൂർച്ച തന്നിരുന്നത്. രാജാവിന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം തന്നെ സന്തോഷവാന്മാരായിരുന്നു. പക്ഷേ എവിടെയും ഒളിഞ്ഞിരിക്കുന്ന ചിലരുണ്ട്, ശത്രുക്കളെക്കാൾ വിഷം പുരണ്ട അമ്പുകളുള്ളവർ. അവരെ തിരിച്ചറിയാൻ രാജാവ് വൈകിപ്പോയി. യുദ്ധത്തിൽ നേർക്കുനേർ പോരാടിയ രാജാവ് പിന്നിൽ നിന്നുമുള്ള ചതി മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. ഒരുപക്ഷെ മനസ്സിലാക്കിയാൽ പോലും രാജാവ് യുദ്ധം തോൽക്കുക തന്നെ ചെയ്യും. കാരണം ശത്രുപക്ഷത്ത് സ്വന്തം ഉറ്റവർ തന്നെയാണ്. അങ്ങനെ യുദ്ധത്തിൽ രാജാവിന് തന്റെ രാജ്യവും തന്റെ സ്വന്തം പ്രജകളും തന്റെ സന്തോഷവും എല്ലാം നഷ്ടമായ രാജാവുണ്ടല്ലോ, ഒരു അഭയാർത്ഥിയെ പോലെ ഒരു ദ്വീപില് ഒറ്റപ്പെട്ടു താമസിച്ചു. തന്റെ പ്രജകളുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും രാജാവ് പറഞ്ഞ പല രാജതന്ത്രങ്ങളുമാണ് രാജാവിന് തന്നെ എതിരായി അവരുപയോഗിച്ച അസ്ത്രങ്ങൾ. അത് കണ്ട് രാജാവ് ഒരുപാട് ദുഃഖിതനായി. രാജാവിന് സന്തോഷം തന്നിരുന്ന പലതും അത് പണവും രത്നങ്ങളും ഒന്നുമല്ലായിരുന്നു. അതെന്താണെന്ന് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ രാജാവിന്റെ മൂർച്ചയുള്ള വാക്കുകൾക്ക് കഴിഞ്ഞില്ല. ആ മൂർച്ചയുള്ള വാക്കിന്റെ മുനമ്പ് മുറിഞ്ഞു പോയതുപോലെ എന്തിനധികം പറയാൻ കൂടെയുണ്ടാകും കൂട്ടിനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പലരും അറിയാതെ പറയുന്ന പല കാര്യങ്ങൾ പോലും രാജാവിന്റെ ഹൃദയത്തെ നോവിക്കാൻ തുടങ്ങി. അത് ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി. രാജ്യവും പ്രജകളുമില്ലാത്ത രാജാവ് തന്റെ ശത്രുക്കൾക്ക് നേരെയും അവരുടെ വിഷം പുരണ്ട അമ്പുകൾക്കും അവരുടെ ദുഷിച്ച മനസ്സിനും ശരീരത്തിനും നേരെ പെരുമാറിയ 100 തലകളെ അരിയാൻ മൂർച്ചയുള്ള തന്റെ ഉടവാൾ തന്റെ നെഞ്ചിനു നേരെ, തന്റെ ഹൃദയത്തിനു നേരെ മരണം അല്ല, തന്റെ മരണം അതാണ് നല്ലത്. പക്ഷേ ഇതിൽ ജയിക്കുന്നത് ആര്? ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരുപാട് നന്മകൾ മരിക്കും, തന്റെ ചിന്തകൾ മരിക്കും. നഷ്ടം അവർക്കു മാത്രം. തന്റെ മൂർച്ചയുള്ള വാൾ നെഞ്ചിനു നേരെ അമർത്തി രാജാവ് ഒരു നേരം ചിന്തിച്ചു, മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതിന് ഞാൻ അർഹനീയമുണ്ട്. എന്റെ കർത്തവ്യങ്ങൾ തല താഴ്ത്തി നിന്ന രാജാവ് തലയുയർത്തി നോക്കി. ഇനിയാണ് എന്റെ തിരിച്ചുവരവ്. ഒന്ന് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ തിരിച്ചുവരവ്. ഈ തിരിച്ചറിവാണ് എന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യുദ്ധം തുടരുക തന്നെ ചെയ്യും.